السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ജുമായുടെ അനുഗ്രഹീത ദിവസമാണ്. അനുഗ്രഹീത റമദാൻ മാസത്തിലെ ആദ്യത്തെ നോമ്പുമാണ്. ഇന്നത്തെ ദിവസം അനേകം ബർക്കത്തുകൾ കൊണ്ട് ആരംഭിക്കുന്ന ദിവസമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ അനുഗ്രഹീത ദിവസം ആകുന്നതിനെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. അത് എന്നേക്കുമുള്ള സന്ദേശമാണ്. ഈ ദിവസത്തിൽ വിശ്വാസി തന്റെ നാഥന്റെ സമക്ഷത്തിൽ ദുആ ചെയ്യുമ്പോൾ സ്വീകരിക്കപ്പെടുന്ന ഒരു നിമിഷം ഉണ്ട്. റമദാനെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ മാസം ആഗതമാകുമ്പോൾ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം ഈ മാസത്തിൽ പ്രത്യേക ആവേശത്തിലായിത്തീരുന്നു. വിശ്വാസികളിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വർഷപാതം നടക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുഗ്രഹങ്ങളെ സ്വാംശീകരിക്കുന്നതിനു വേണ്ടി ചില നിബന്ധനകളും വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അനാവശ്യ സംസാരങ്ങൾ പാടില്ല, ബഹളവും ഒച്ചവെക്കലും പാടില്ല, ചീത്തവിളിയും കലഹവും പാടില്ല. ഓരോ തിന്മകൾക്കും നോമ്പുകാരന്റെ മറുപടി ഞാൻ നോമ്പുകാരനാണ് എന്നതായിരിക്കണം. ഞാൻ അല്ലാഹുവിനു വേണ്ടി ഈ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. ഈ ഒരവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ യഥാർത്ഥത്തിൽ നോമ്പിന്റെ ദിവസങ്ങളായിരിക്കും അത്, നോമ്പായിരിക്കും അത്. മനുഷ്യൻ അല്ലാഹുവിനു വേണ്ടി പരിശ്രമിച്ച് ഈ മാസത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് തന്റെ ജീവിതം കഴിച്ചുകൂട്ടുക. റമദാൻ മാസത്തിന്റെ പ്രാധാന്യം എന്താണ്? ആരിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്? എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്? ഏതെല്ലാം നിബന്ധനകളാണുള്ളത്? അള്ളാഹു ഈ കാര്യങ്ങളെ ദുആ സ്വീകാര്യതയുടെ വിഷയവുമായി ബന്ധിപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുഅ്മിനു ബി ലഅല്ലഹും യർഷുദൂൻ. എന്റെ ദാസർ നിന്നോട് എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ നീ പറയുക, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. ദുആ ചെയ്യുന്ന ആൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അയാളുടെ ദുആ സ്വീകരിക്കുന്നു.
ദുആ ചെയ്യുന്ന ആളും എന്റെ കൽപ്പനകൾ സ്വീകരിക്കേണ്ടതാണ്, എന്നിൽ വിശ്വസിക്കേണ്ടതാണ്. അയാൾ ഹിദായത്ത് പ്രാപിക്കുന്നതിനു വേണ്ടി പറഞ്ഞു, റമളാന്റെ ദിവസങ്ങൾ ഇത്രമാത്രം അനുഗ്രഹീതമാണ്. ഈ ദിവസത്തെ ഇബാദത്തുകൾക്ക് ശേഷം എന്റെ ദാസന്മാർ എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ നീ പറയുക, ഞാൻ അവർക്ക് വളരെ അടുത്താണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നെ വിളിക്കുന്ന ആൾ വിളിക്കുമ്പോൾ ഞാൻ അയാളുടെ വിളിക്ക് ഉത്തരം നൽകുന്നു. റംലാൻ മാസത്തിൽ വരുന്ന ജുമാ ദിവസങ്ങളുടെ പ്രാധാന്യവും ഇരട്ടിയായിത്തീരുന്നു. പകലും ദുആ സ്വീകാര്യതയുടെ ദിവസങ്ങളാണ്, രാത്രിയും ദുആ സ്വീകാര്യതയുടെ രാത്രികളാണ്. എന്നാൽ അല്ലാഹു പറയുന്നു, നിങ്ങൾക്കറിയില്ല ഏത് നിമിഷമാണ് ദുആ സ്വീകാര്യതയുടെ നിമിഷം എന്ന്. അതുകൊണ്ട് രാവും പകലും ദുആയിൽ കഴിച്ചുകൂട്ടുക. ഈ ദിവസങ്ങളിൽ നിന്ന് നാം കൂടുതലായി പ്രയോജനം എടുക്കേണ്ടതാണ്. ഒന്ന്, പൊതുവിൽ റമദാനിൽ ശൈത്താനെ ബന്ധിച്ചുകൊണ്ട് അല്ലാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിരിക്കുന്നു. അങ്ങനെ ദാസരുടെ അടുത്ത് വരുന്നു. അതുപോലെ റമദാനിലെ ജുമായിൽ നിന്നും പൂർണ്ണമായും പ്രയോജനം എടുക്കേണ്ടതാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ഇതാണ്: അങ്ങേയറ്റം വിനയാന്വിതരായി, ഋജുമാനസരായി അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഇങ്ങനെ ദുആ ചെയ്യുക: അള്ളാഹുവേ, എനിക്ക് കേവലം റമദാനിൽ മാത്രമല്ല, മറിച്ച് സാധാരണ അവസ്ഥയിലും ആരുടെ ദുആയാണോ രാത്രിയിലും സ്വീകരിക്കപ്പെടുന്നത്, പകലും സ്വീകരിക്കപ്പെടുന്നത്, അവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ. കാരണം റമദാൻ ഒരു പരിശുദ്ധ പരിവർത്തനം ഉണ്ടാക്കുന്നതായി തീരാൻ, തഖ്വയിൽ ചരിപ്പിക്കുന്നതായി തീരാൻ, ഞാൻ സ്ഥിരമായി നേർമാർഗം പ്രാപിച്ചവരിൽ ഉൾപ്പെടുന്നവനാകാൻ അല്ലാഹു ആദ്യത്തെ ആയത്തുകളിൽ നോമ്പിന്റെ ഫർദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ആ ആയത്ത് ഓതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തിലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ നിങ്ങളിലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്നാൽ അതിനർത്ഥം മുമ്പുള്ള സമൂഹങ്ങളും നോമ്പെടുക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളും നോമ്പെടുക്കുക എന്നല്ല. മറിച്ച് അതിനർത്ഥം ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞതാണ്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ സ്വായത്തമാക്കുന്നതിനു വേണ്ടി, ആത്മീയവും സ്വഭാവപരവുമായ ബലഹീനതകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി. ഞാൻ ഓതിയ ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നു, ലഅല്ലഹും യർഷുദൂൻ, റുഷ്ദ് കരസ്ഥമാക്കുന്നതിനു വേണ്ടി. റുഷ്ദിന്റെ അർത്ഥം ഇതാണ്: നേരും ശരിയുമായ മാർഗം, ശരിയായ കർമ്മത്തിന്റെയും മാർഗദർശനത്തിന്റെയും മാർഗം, ശരിയായ സ്വഭാവം, ബുദ്ധിയുടെയും വിവേകത്തിന്റെയും വളർച്ചാ പൂർത്തീകരണം, ശരിയായ മാർഗത്തിന്റെ ഉപയോഗം, തന്റെ അവസ്ഥയിൽ സ്ഥിരതയും സ്ഥായിയായ അവസ്ഥയും കൈവരിക്കൽ. മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായ നിലയിൽ കുനിയുമ്പോൾ ദുആ സ്വീകാര്യതയുടെ ദൃശ്യം കാണുന്നതോടൊപ്പം തഖ്വയിലും നന്മയിലും നിലനിന്നുകൊണ്ട് തങ്ങളുടെ ഈമാനിലും ദൃഢവിശ്വാസത്തിലും ദൃഢപ്പെട്ടു കൊണ്ടുപോകുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്വരൂപിക്കുന്നവരായിത്തീരുന്നു. റമദാൻ അളവറ്റ അനുഗ്രഹങ്ങളുടെ മാസമാണ്. എന്നാൽ ആരാണോ അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുകയും വിശ്വാസത്തിൽ മുന്നേറുകയും ചെയ്യുന്നത്, അവർക്കാണ് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. റമദാനിലെ ദിവസങ്ങളിൽ സ്ഥിരത കൈവരിക്കുകയും പിന്നീട് ഇബാദത്തുകളിലേക്ക് ശ്രദ്ധ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നുമില്ല എന്നതാണ് നിയ്യത്ത് എങ്കിൽ അത് അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കാതിരിക്കലാണ്. വിശ്വാസത്തിൽ
ബലഹീനത കാണിക്കലാണ്. അഥവാ ഈ വിധത്തിലുള്ള ബലഹീന അവസ്ഥയാണ് എങ്കിൽ പിന്നീട് നമ്മുടെ ദുആകൾ സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും നമുക്ക് അള്ളാഹുവിനോട് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ അഭയത്തിൽ വരാൻ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരു യഥാർത്ഥ ദാസന് അങ്ങേയറ്റത്തെ വിനയത്തോടും എളിമയോടും കൂടി തന്റെ ബലഹീനതയും തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദുആയിൽ കഴിച്ചുകൂട്ടേണ്ടതാണ്. റംലാൻ മാസത്തിൽ ജുമായിലുള്ള ഈ ഹാജർ നിലയും നമസ്കാരത്തിലുള്ള ഹാജർ നിലയും താൽക്കാലികമായിരിക്കരുത്. ചിലർ മനസ്സിലാക്കുന്നത് അള്ളാഹു പറയുന്നു, ഞാൻ ഈ ദിവസങ്ങളിൽ അടുത്തു വരുന്നു, അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ഇബാദത്ത് തന്നെ മതിയായതാണ്. ഇവർ തങ്ങളുടെ നഫ്സിനെ വഞ്ചനയിൽ അകപ്പെടുത്തുകയാണ്. ഇതിൽ നിന്ന് നാം രക്ഷപ്പെടേണ്ടതാണ്. പരിപൂർണ വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ ദാസരായിക്കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു ഒരിക്കലും ദൂരത്തിലല്ല. അവൻ എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ഉണ്ട്. എന്നാൽ ദാസൻ തന്റെ അവസ്ഥ കൊണ്ട് ഈ സാമീപ്യത്തിന്റെ പ്രകടനം ഉണ്ടാവുന്നത് ദാസൻ പൂർണമായും ദൈവേതരങ്ങളെ ഉപേക്ഷിച്ച് കേവലം അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം കുനിയുമ്പോഴാണ്. ഈ അവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ നമ്മുടെ ദുആകളും സ്വീകരിക്കപ്പെടും. നാം അള്ളാഹുവിനോട് ചോദിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നമുക്ക് നല്ലതായിട്ടുള്ളത് ലഭിക്കും. നാം ഈ കാര്യം നല്ലവണ്ണം മനസ്സിലാക്കേണ്ടതാണ്. നന്മയിലും തഖ്വയിലും നിലനിന്നുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. വ്യക്തിപരമായും ജമാഅത്തിപരമായും നമുക്ക് അള്ളാഹു വിധിച്ചിരിക്കുന്ന ഫലം ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞതുപോലെ നാം വിനയവും എളിമയും കാണിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പിന്നീട് അള്ളാഹുവിനെ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ഫലം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉണ്ടായിത്തീരും. മനുഷ്യൻ തെറ്റുകാരനായാലും പാപിയായാലും എന്നാൽ ഏതുവരെ അയാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാകുന്നുവോ, തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, തഖ്വ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു തെറ്റുകളെ മൂടിവെച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അവസാനം ഒരു ദിവസം തൗബക്കുള്ള അവസരവും നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ഏറ്റവും കൂടുതലായി ഈ ദിവസങ്ങളിൽ തങ്ങൾക്കായും തങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും ജമാഅത്ത് അംഗങ്ങൾക്ക് വേണ്ടിയും നാം ഈ ദുആ ചെയ്യേണ്ടതാണ്. നമ്മളിൽ ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ തഖ്വ ലഭിക്കണം. പരസ്പരം വേദനയോടെ നാം ദുആ ചെയ്യുമ്പോൾ മലക്കുകളും നമുക്ക് വേണ്ടി ദുആയിൽ പങ്കാളികളായിത്തീരും. റമദാന്റെ അനുഗ്രഹങ്ങളുടെ യഥാർത്ഥത്തിലുള്ളതും സ്ഥിരമായതുമായ ദൃശ്യവും നാം കാണുന്നവരായിത്തീരും. തഖ്വ എന്താണ്? തഖ്വ അല്ലാഹുവിനോടുള്ള ഭയവും ഖശിയത്തും ആണ്. ഏതുവരെ നമ്മിൽ അല്ലാഹുവിനോടുള്ള ഭയവും ഖശിയത്തും ഉണ്ടാകുന്നുവോ അതുവരെ നമ്മുടെ ബലഹീനതയും പാപവും അല്ലാഹു മറച്ചുകൊണ്ടിരിക്കും. നാം അവന്റെ സുരക്ഷിതത്വത്തിൽ ആയിരിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള ഭയം തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥ എത്തിയാൽ ഒഴികെ അല്ലാഹു നമ്മെ ആരെയും ആ വിധത്തിൽ ആക്കാതിരിക്കട്ടെ. ഇനി അഥവാ നമ്മുടെ ബലഹീനത കാരണം തെറ്റ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ, പിന്നീട് അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാകുന്നുവെങ്കിൽ, ഖശിയത്തുണ്ടാകുന്നുവെങ്കിൽ അള്ളാഹു വളരെയധികം പുറത്തു കൊടുക്കുന്നവനാണ്.
അള്ളാഹുവിന്റെ ഖശിയത്തിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. ഏതുവരെ ഈ സ്നേഹം നാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ, അല്ലെങ്കിൽ ഈ സ്നേഹം നാം നമ്മുടെ ഹൃദയത്തിൽ വെക്കുന്നതുവരെ നാം നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ നിബന്ധന ഇതാണ്: സത്യസന്ധമായ സ്നേഹമായിരിക്കണം, വഞ്ചന ആകാൻ പാടില്ല. അള്ളാഹു ഹൃദയങ്ങളുടെ അവസ്ഥ അറിയുന്നു, അവനെ വഞ്ചിക്കാൻ സാധ്യമല്ല. ഹൃദയത്തിൽ സ്നേഹം ഉണ്ട് എങ്കിൽ എപ്പോഴെങ്കിലും അത് വെളിപ്പെടും. അള്ളാഹുവിനോടുള്ള ഭയം ചില കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തും. ഈ സ്നേഹം കാരണം വീണുരുണ്ടും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ ദാസരുടെ സ്നേഹത്തിൽ ആത്മാഭിമാനമുള്ളവനാണ്. ദാസനെ അവൻ പാഴാക്കിക്കളയുകയില്ല. അവന് തൗബക്കുള്ള തൗഫീക്ക് നൽകുന്നു. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ പൂർണമായും പാപത്തിൽ ധൈര്യം കാണിക്കുകയാണെങ്കിൽ, തഖ്വയുടെ വിത്ത് തന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പാഴാക്കിക്കളയുകയാണെങ്കിൽ പിന്നീട് ശിക്ഷ ലഭിക്കുന്നു. നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അദ്ദേഹം കൂടെ കൂടെ ജമാഅത്ത് അംഗങ്ങളോട് തഖ്വയിൽ നിലനിൽക്കാൻ ഉപദേശിച്ചു. പിന്നീട് തഖ്വയുടെ വിത്തിനെ നിലനിർത്തുന്നതിനു വേണ്ടി ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാത്മീയ വ്യവസ്ഥിതിയും അള്ളാഹു നമുക്ക് നൽകി. പിന്നീട് എല്ലാ വർഷവും ഈ വിത്തിന്റെ വളർച്ചയ്ക്കുള്ള സംവിധാനത്തിനു വേണ്ടി റമദാൻ മാസവും അള്ളാഹു നമുക്ക് ഒരുക്കി നൽകി. പിന്നീട് നമുക്ക് ഈ വിത്തിന്റെ വളർച്ചക്കായുള്ള മാർഗം പറഞ്ഞു തന്നുകൊണ്ട് അത് ഫലനിബിഡമായി തീരുന്നതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും നൽകി. ഈ മാസത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നതിനു വേണ്ടി നമ്മളിൽ ഓരോരുത്തരും അള്ളാഹുവിന്റെ അബ്ദ് ആയിത്തീരുന്നതിന് പരിശ്രമിക്കേണ്ടതാണ്. നമ്മുടെ അറിവില്ലായ്മ കാരണം, നമ്മുടെ യോഗ്യതയില്ലായ്മ കാരണം അള്ളാഹു നമ്മുടെ ദുആകളെ കുറച്ചു കാലത്തേക്ക് തടയുന്നുവെങ്കിൽ ആ കാരുണ്യവാരിധിയായ മാതാവിനെ പോലെ തന്റെ കുട്ടിയുടെ പരിഷ്കരണത്തിനു വേണ്ടി അല്പസമയം മുഖം തിരിക്കുന്നത് പോലെ അതിൽ കഠിന ദേഷ്യമുണ്ടായിരിക്കുകയില്ല. എന്നാൽ കുട്ടി മാതാവിനോടുള്ള സ്നേഹം കാരണം അവളിലേക്ക് ചെല്ലുമ്പോൾ മാതാവ് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. എന്നല്ല, ചില സമയങ്ങളിൽ ഇടം കണ്ണിട്ട് നോക്കുകയും ചെയ്യുന്നു. കുട്ടി എന്താണ് ചെയ്യുന്നത്, എന്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ. ഏതായിരുന്നാലും കുട്ടി ചെല്ലുമ്പോൾ ദേഷ്യമില്ലാതായിത്തീരുന്നു. അള്ളാഹു മാതാക്കളെക്കാൾ കൂടുതൽ പുറത്തു തരുന്നവനാണ്. അവൻ നോക്കുന്നത് എന്റെ ദാസൻ എപ്പോഴാണ് തൗബ ചെയ്തുകൊണ്ട് എന്നിലേക്ക് വരുന്നത് എന്നാണ്. അവന് ഞാൻ മാപ്പ് നൽകുന്നതിനു വേണ്ടി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആണ് സത്യം. അള്ളാഹു തന്റെ ദാസരുടെ തൗബയിൽ ഇത്രമാത്രം സന്തോഷിക്കുന്നു. വനാന്തരത്തിൽ തന്റെ നഷ്ടപ്പെട്ട ഒട്ടകത്തെ തിരിച്ചു കിട്ടിയ വ്യക്തി പോലും അത്രത്തോളം സന്തോഷിക്കുകയില്ല. ഈ റമദാൻ മാസവും ദാസൻ അള്ളാഹുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് മുഴുവൻ വർഷത്തെയും തെറ്റുകളും ബലഹീനതകളും ഉണ്ടായിരുന്നിട്ടും അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കണം എന്ന നീയത്തോടുകൂടി വരുമ്പോൾ അള്ളാഹു ഓടിവന്ന് അവനെ പുണരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയുന്നു, ഏതൊരാളാണോ ഒരു ചാൺ എന്നോട് അടുക്കുന്നത്, ഞാൻ അയാളോട് ഒരു മുഴം അടുക്കുന്നു. അഥവാ അയാൾ എന്നോട് ഒരു മുഴം അടുക്കുകയാണെങ്കിൽ ഞാൻ അയാളിലേക്ക് 2 മുഴം സമീപസ്ഥമാകുന്നു. അവൻ എന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുന്നു. മാതാവിനേക്കാൾ കൂടുതൽ കാരുണ്യവാരിധിയായ അള്ളാഹു ആരാണോ തൗബ സ്വീകരിക്കാനും തന്റെ ദാസരാൽ സന്തോഷിക്കാനും വിവിധങ്ങളായ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, അഥവാ ദാസൻ അതിൽ നിന്ന് പ്രയോജനം എടുക്കുന്നില്ല എങ്കിൽ അത്
ആ ദാസന്റെ നിർഭാഗ്യാവസ്ഥയാണ്, അയാളുടെ കഠിന ഹൃദയാവസ്ഥയാണ്. അള്ളാഹുവിന് ദാസനോടുള്ള സ്നേഹത്തിന്റെ ചിത്രം ഉദാഹരണങ്ങളിലൂടെ വരച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ചിത്രം ഈ ഉദാഹരണങ്ങളെക്കാൾ മഹോന്നതമാണ്. അള്ളാഹു ഏതൊരു സ്നേഹത്തോടും പ്രേമവായ്പോടും കൂടിയാണോ ദാസരിലേക്ക് നോക്കുന്നത്, അതിന്റെ ചിത്രം നമുക്ക് കോറിയിടാൻ സാധ്യമേയല്ല. ഈ ഹദീസുകളിൽ നിന്നും വ്യക്തമാണ്. ഉദാഹരണം നൽകിയിട്ടും യഥാർത്ഥത്തിൽ ഈ ഉദാഹരണങ്ങൾ സ്നേഹത്തിന്റെ ഉയർന്ന ഒരു ഭാവന സ്ഥാപിക്കുന്നു. എന്നിരുന്നാലും അള്ളാഹുവിന് ദാസരോടുള്ള സ്നേഹം നിങ്ങളുടെ ഈ ഭൗതിക ഉദാഹരണങ്ങളെക്കാൾ എത്രയോ ഉയർന്നതും മഹോന്നതവുമാണ്. അതിനെ വലയം ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുള്ളതാണ്. മനുഷ്യൻ വളരെ ബലഹീനനും പരിമിതമായ അറിവുള്ളവനുമാണ്. അള്ളാഹു വളരെ ഉന്നതമായ അസ്തിത്വത്തിന്റെ ഉടമയാണ്. നാം നമ്മെപ്പോലുള്ള മനുഷ്യരുടെ ഹൃദയാവസ്ഥയെക്കുറിച്ച് പോലും അറിയുന്നവരല്ല. ആരുടെയെങ്കിലും പ്രത്യക്ഷമായ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ സാധിക്കും. എന്നാൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ആരോടെങ്കിലുമുള്ള സ്നേഹത്തിന്റെ അവസ്ഥ എന്താണ് എന്ന്, അല്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ എന്താണ് എന്ന് വിവരിക്കുകയും അറിയുകയും ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ പോയിന്റ്, അതായത് അള്ളാഹുവിന്റെ സ്നേഹം മനസ്സിലാക്കാൻ മനുഷ്യനിൽ എത്രത്തോളം കഴിവുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹു അവന്റെ കർമ്മങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല, പിന്നെ അവന്റെ സ്നേഹത്തിന്റെ അവസ്ഥയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അവന്റെ പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, പിന്നെ അവന്റെ സ്നേഹത്തിന്റെ അവസ്ഥയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഏതായിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ അതിനെ വലയം ചെയ്യുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. എന്നിരുന്നാലും ഉദാഹരണങ്ങളിലൂടെ അതിന്റെ യാഥാർത്ഥ്യത്തെ സമീപസ്ഥമാക്കാൻ ശ്രമിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിന്റെ സ്നേഹത്തെ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കി തരാൻ പരിശ്രമിച്ചിട്ടുണ്ട്. മുമ്പ് 2 ഉദാഹരണങ്ങൾ ഞാൻ നൽകിക്കഴിഞ്ഞു. ഈ സ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണം കേൾപ്പിക്കാം. അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുള്ളതാണ്. ബദർ യുദ്ധത്തിൽ ശത്രുക്കൾ പരാജിതരായപ്പോൾ യുദ്ധം ഏകദേശം അവസാനിച്ചിരുന്നു. കുഫാറുകളുടെ വലിയ വലിയ ധൈര്യശാലികളായ പടയാളികൾ തങ്ങളുടെ സവാരികളിൽ ഇരുന്ന് അവയെ ചാട്ടവാറടിച്ചുകൊണ്ട് പെട്ടെന്ന് യുദ്ധഭൂമിയിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ഒരു സ്ത്രീ യുദ്ധഭൂമിയിൽ യാതൊരു ഭയവുമില്ലാതെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. അവളിൽ ഒരു ആവേശവും ഒരു ഭ്രമവും ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു കുട്ടിയെ അവൾ എടുക്കും, ചിലപ്പോൾ മറ്റൊന്നിനെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ കണ്ടപ്പോൾ സഹാബാക്കളോട് പറഞ്ഞു, ഈ സ്ത്രീയുടെ കുട്ടിയെ കാണാതെ പോയിരിക്കുന്നു. അവൾ അതിനെ അന്വേഷിക്കുകയാണ്. മാതാവിന്റെ സ്നേഹം ഇത്രത്തോളം ഉണ്ട്. അത് യുദ്ധഭൂമിയാണ്. ഇവിടെ എല്ലായിടത്തും നാശം ഭവിച്ചിരിക്കുകയാണ് എന്ന ചിന്തയൊന്നും അവൾക്കില്ല. ആ സ്ത്രീ ഭ്രാന്തിയെപ്പോലെ കറങ്ങിക്കൊണ്ടിരുന്നു. ഏതെങ്കിലും കുട്ടിയെ കണ്ടാൽ അതിനെ എടുത്തു നെഞ്ചോട് ചേർക്കും. പിന്നീട് അത് തന്റെ കുട്ടിയല്ല എന്ന് മനസ്സിലാകുമ്പോൾ അതിനെ അവിടെ വെച്ച് ഓടിപ്പോകും. അങ്ങനെ അവസാനം അവൾക്ക് അവളുടെ കുട്ടിയെ ലഭിച്ചു. അവൾ കുട്ടിയെ നെഞ്ചോട് ചേർത്തു, തന്നോട് ചേർത്ത് പിടിച്ചു, ലാളിച്ചു. പിന്നീട് മുഴുലോകത്തെയും ശ്രദ്ധിക്കാതെ അതിനെ എടുത്ത് അവിടെ ഇരുന്നു. അവൾക്ക് ഇത് യുദ്ധഭൂമിയാണ് എന്ന ചിന്ത ഉണ്ടായിരുന്നില്ല. ഇവിടെ എല്ലായിടത്തും ശവശരീരങ്ങൾ ചിന്നിച്ചിതറി കിടക്കുകയാണ് എന്ന ചിന്തയും ഉണ്ടായിരുന്നില്ല. യുദ്ധം പൂർണ്ണമായ നിലയിൽ അവസാനിച്ചിട്ടില്ല എന്ന ചിന്തയും ഉണ്ടായില്ല. അവൾക്കും നഷ്ടം ഉണ്ടാവാം എന്ന ചിന്തയും ഉണ്ടായില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾക്ക് അവളുടെ കുട്ടിയെ കിട്ടിയപ്പോൾ എത്ര സമാധാനത്തോടു കൂടിയാണ് ഇരുന്നത് എന്ന് നിങ്ങൾ കണ്ടില്ലേ? എന്നാൽ മുമ്പ് ഇവൾ കുട്ടിയെ അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏതു വിധത്തിലുള്ള വേദനയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അസ്വസ്ഥ ചിത്തയായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്
തന്റെ ദാസരോടുള്ള സ്നേഹത്തിന്റെ ഉദാഹരണവും ഇതുപോലെയാണ്. എന്നല്ല, അവൻ ഇതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. മനുഷ്യൻ തന്റെ പാപങ്ങൾ കൊണ്ടും തെറ്റുകൾ കൊണ്ടും അള്ളാഹുവിനെ നഷ്ടപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന് അവനെക്കുറിച്ച് ഇത്രമാത്രം ദുഃഖമുണ്ടാകുന്നു. എത്രത്തോളം ഈ സ്ത്രീക്ക് തന്റെ കുട്ടിയെ നഷ്ടപ്പെട്ടപ്പോൾ ദുഃഖമുണ്ടായിരുന്നുവോ. പിന്നീട് ദാസൻ തൗബ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഈ സ്ത്രീക്ക് തന്റെ കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷത്തെക്കാൾ കൂടുതൽ സന്തോഷം അള്ളാഹുവിനുണ്ടാകുന്നു. നമ്മുടെ അള്ളാഹു എല്ലായ്പ്പോഴും പുറത്തു നൽകാൻ തയ്യാറാണ്. എന്നാൽ നമ്മളും അവന്റെ പാപപൊറുതി അന്വേഷിക്കാൻ തയ്യാറാവണം എന്ന നിബന്ധനയാണുള്ളത്. നാം എപ്പോഴാണ് അവനിലേക്ക് ചെല്ലുന്നത് എന്നാണ് അവൻ നോക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള ധൈര്യം ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് നിന്നാണ്. വീഴ്ചകൾ നമ്മുടെ ഭാഗത്ത് നിന്നാണ്. ഏതൊരാളാണോ അള്ളാഹുവിലേക്ക് കുനിയുകയും അവനിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ചെല്ലുന്നത്, അവനോട് പാപങ്ങളിൽ നിന്നുള്ള മാപ്പ് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അയാളെ മൂടുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു കാര്യം വിവരിച്ചു. അള്ളാഹുവിന്റെ പൊറുക്കൽ കേവലം മനുഷ്യന്റെ പാപങ്ങളെ മറക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവന്റെ പാപങ്ങളെ മറന്നുകളയുന്നു. സ്വയം വിസ്മരിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെയും മറപ്പിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പേര് സാത്തിർ എന്നല്ല സത്താർ എന്നാണ്. സത്താർ എന്ന് പറയുന്നത് ആരിലാണോ മറച്ചുവെക്കുക എന്ന ഗുണത്തിന്റെ ആവർത്തനവും കാഠിന്യവും ഉള്ളത് അയാളെയാണ്. ആരിലാണോ ശക്തമായ നിലയിൽ സത്താറിയത്തിന്റെ സിഫത്ത് ഉള്ളത്, ലോകം കേവലം സാത്തിർ മാത്രമായിരിക്കും. അതായത് ആർക്കെങ്കിലും ആരുടെയെങ്കിലും പാപത്തെക്കുറിച്ച് അറിയാമെങ്കിൽ അതിനെ ആരോടും പറയാതിരിക്കാൻ സാധിക്കും, മറച്ചുവെക്കാൻ സാധിക്കും. എന്നാൽ മറ്റുള്ളവരുടെ ഓർമ്മയിൽ നിന്ന് ഒരാളുടെ തിന്മകളെക്കുറിച്ചുള്ള അറിവില്ലാതാക്കാൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹു അവൻ എല്ലാ ഗുണങ്ങളുടെയും പൂർത്തീകരണമാണ്. അതുകൊണ്ട് തന്നെ അവൻ തന്റെ സിഫത്തിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ സാത്തിറല്ല മറിച്ച് സത്താറാണ്. അതായത് കേവലം ദാസരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ഞാൻ ഈ പാപങ്ങളുടെ ഓർമ്മയെ ഇല്ലാതാക്കുന്നു. അവർക്ക് ഓർമ്മ തന്നെ ഉണ്ടാവുകയില്ല ഇന്ന ആൾ ഇന്ന സമയത്ത് ഇന്ന പാപം ചെയ്തിരുന്നു എന്ന്. അഥവാ അള്ളാഹു സത്താറല്ലായിരുന്നുവെങ്കിൽ പാപിക്ക് സ്വർഗത്തിലും സമാധാനം ഉണ്ടാവുകയില്ല. അയാൾ മറ്റൊരാളിലേക്ക് നോക്കുമ്പോൾ അറിയും, ഇദ്ദേഹത്തിന് എന്റെ പാപത്തെക്കുറിച്ച് അറിയാം. അള്ളാഹു സത്താറാണ്, പറയുന്നു, ഞാൻ കേവലം ജനങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ജനങ്ങളുടെ ഓർമ്മകളും മാറ്റുവാനുള്ള കഴിവുണ്ട്. അള്ളാഹു മറച്ചുവെക്കാൻ ഉദ്ദേശിച്ചാൽ മറ്റുള്ളവർക്ക് ഒരാളുടെ പാപം ഓർമ്മ തന്നെ ഉണ്ടാവുകയില്ല. അയാളെ ജനങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധനും നന്മ നിറഞ്ഞവനുമായി മനസ്സിലാക്കുന്നു. ഏതൊരാളുടെ പാപത്തെയാണോ അള്ളാഹു മറച്ചുവെക്കുന്നത്, നമ്മുടെ അള്ളാഹു പോരായ്മകളെ മറക്കുന്നവനാണ്. അള്ളാഹു അവൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. അവൻ നമുക്ക് പുറത്തു കൊടുക്കുന്നവൻ മാത്രമല്ല, മറിച്ച് നമ്മുടെ നഷ്ടപ്പെട്ട ഇസ്സത്ത് തിരിച്ചു നൽകുന്നവൻ കൂടിയാണ്. ഈ ലോകത്ത് ആ അഭിമാനത്തെ നിലനിർത്തുന്നവൻ കൂടിയാണ്. അത്തരത്തിൽ പ്രിയപ്പെട്ടവനാണ് നമ്മുടെ അള്ളാഹു എങ്കിൽ നാം എത്രമാത്രം ത്യാഗം ചെയ്ത് അവനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, എത്രത്തോളം അവന്റെ അബ്ദ് ആയി തീരേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഈ അനുഗ്രഹീത മാസത്തിൽ നാം സത്താറുൽ ഒയൂബും ഗഫാറുൽ ദുനൂബുമായ അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലേണ്ടതിന്റെ ആവശ്യകതയാണുള്ളത്. അവന്റെ മുമ്പിൽ കുനിയുന്നതിനായി പരിപൂർണമായും പരിശ്രമിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ശൈത്താൻ എല്ലാ കോണുകളിലും നിന്നുകൊണ്ട് നമ്മെ അവന്റെ അത്യാഗ്രഹത്തിൽ ബന്ധനസ്ഥനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം അവനെ നേരിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അഭയത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട്
അവന്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്. അവനെ പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. തങ്ങളെ സ്വയം അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ദാസരാക്കി തീർക്കണം. അപ്പോഴായിരിക്കണം നാം റമദാനിൽ നിന്ന് യഥാർത്ഥ രീതിയിൽ ഫലമെടുക്കുന്നവരായി തീരുക. ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തിപരമായ പ്രയോജനങ്ങൾ ലഭിക്കുന്നതോടൊപ്പം ജമാഅത്ത് പരമായുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. ജമാഅത്ത് അംഗങ്ങളുടെ പരിഷ്കരണവും നന്മകളും തഖ്വയും തന്നെയാണ് ജമാഅത്തിന്റെ പുരോഗതിയുടെ ഫലം ഉണ്ടാക്കുന്നത്. നാം എത്രയധികം അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായി തീരുന്നുവോ അത്രയധികം നാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കി ജമാഅത്തിന്റെ പുരോഗതിയിലും പങ്കാളികളായി തീരുന്നതായിരിക്കും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഈ കാര്യവും നമുക്കറിയാം. എന്റെ പുരോഗതിയും വിജയങ്ങളും ദുആയിലൂടെയായിരിക്കും ഉണ്ടാവുക. അള്ളാഹുവിന്റെ മുമ്പിൽ ജമാഅത്തിന്റെ പുരോഗതി ചോദിച്ചുകൊണ്ടും നാം വളരെയധികം കുനിയേണ്ടതായിട്ടുണ്ട്. ഈ ദുആകളുടെ ദിവസങ്ങളിൽ ഇതിനുവേണ്ടിയും വളരെയധികം ദുആ ചെയ്യേണ്ടതാണ്. നാം നമ്മുടെ ദുആകളെ കേവലം നമ്മുടെ വ്യക്തിത്വത്തിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിലും മാത്രം പരിമിതപ്പെടുത്താതിരിക്കുക. മറിച്ച് അതിന് വളരെയധികം വിശാലത നൽകേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അപ്പോഴായിരിക്കും നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടതിന്റെ കടമ നിറവേറ്റുന്നവരായി തീരുക. അപ്പോഴായിരിക്കും നാം അള്ളാഹു നമ്മെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മോട് ചെയ്ത ഔദാര്യത്തിന് നന്ദി കാണിക്കുന്നവരായി മാറുക. നമ്മുടെ ജോലി സ്വയം നമ്മെ ഈ ജമാഅത്തിൽ ഉൾപ്പെടുത്തി അവസാനിക്കുന്നില്ല. അഹമ്മദി ആയതിനു ശേഷം അത് മതിയാകുന്നതല്ല. ഞങ്ങൾ അഹമ്മദികളായി ബൈഅത്ത് ചെയ്തു എന്നത്, മറിച്ച് വലിയ ഒരു ഉത്തരവാദിത്വം അള്ളാഹു നമ്മളിൽ ഇട്ടിരിക്കുന്നു. ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തിനെ ദുആയിലേക്ക് ശ്രദ്ധിപ്പിക്കുകയുണ്ടായി. ജമാഅത്തിന്റെ പുരോഗതിയിൽ നാം സഹായികളായി തീരുന്നതിനു വേണ്ടി നാം നിസ്സാരരാണ്, ബലഹീനരാണ്, നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുന്നു, നമ്മുടെ യോഗ്യതയില്ലായ്മയും ഏറ്റുപറയുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും നാം അള്ളാഹു മഹത്തായ ലക്ഷ്യം കരസ്ഥമാക്കുക എന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളാണ്. ഈ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സ്വാംശീകരിക്കാതെ നിറവേറ്റാൻ സാധ്യമല്ല. നാം ദുആയിലേക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഈ വിഷയം ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലത്ത് വളരെ മനോഹരമായ നിലയിൽ വിവരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അഥവാ നാം യഥാർത്ഥത്തിൽ നിസ്സാരരും ബലഹീനരും ആണ് എങ്കിൽ, യഥാർത്ഥത്തിൽ നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അങ്ങേയറ്റം പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടേറിയതുമാണ് എങ്കിൽ, അപ്പോൾ ചോദ്യം ഇതാണ്: അത്തരം പ്രവൃത്തി നമ്മെക്കൊണ്ട് എങ്ങനെ പര്യവസാനത്തിൽ എത്തിക്കാൻ സാധിക്കും? ഒരു ഭാഗത്ത് ഈ ജോലി അത് പൂർത്തിയാക്കാൻ വലിയ ശക്തിയുടെ ആവശ്യമുണ്ട്, മറുഭാഗത്ത് നാം ബലഹീനരും നിസ്സാരരുമാണ്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളിൽ നമുക്കൊരു കാര്യം അംഗീകരിക്കേണ്ടതായി വരും. ഒന്നുകിൽ നാം നമ്മുടെ ഈ രണ്ട് വാദങ്ങളിൽ ഒരു വാദം തെറ്റാണ് എന്ന് അംഗീകരിക്കണം. അതായത് ഒന്നുകിൽ നമ്മുടെ ബലഹീനരാണ് എന്ന വാദം തെറ്റാണ്, നാം അത്രത്തോളം നിസ്സാരരല്ല, അല്ലെങ്കിൽ ജോലി ബുദ്ധിമുട്ടേറിയതാണ് എന്ന വാദം തെറ്റാണ്. ഇത് രണ്ടും ശരിയാണ് എങ്കിൽ അള്ളാഹു നമ്മുടെ പരിശ്രമത്തെ കൂടാതെയും ചില മാർഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കേണ്ടതായി വരും. ഇത് അള്ളാഹുവിന്റെ വചനങ്ങളാണ്, അവന്റെ വാഗ്ദാനമാണ്.
നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രവൃത്തി അത് തീർച്ചയായും പൂർത്തിയാവുക തന്നെ ചെയ്യും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ വന്നത്, തീർച്ചയായും ആ ഉദ്ദേശത്തെ പൂർത്തിയാക്കുന്നതായിരിക്കും. അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും വിജയം ഇൻഷാ അല്ലാഹ് ലോകത്ത് സംഭവിക്കുന്നത് തന്നെയായിരിക്കും. ഇതിൽ നമുക്ക് ഒരു കണിക പോലും സംശയമില്ല. അത് നേടുന്നതിനായി അള്ളാഹു നമുക്ക് ദുആയുടെ മാർഗമാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ദുആ ചെയ്യുക, അള്ളാഹുവെ ഞങ്ങളുടെ കൈകൾ കൊണ്ട്, അതായത് ഞങ്ങളുടെ പരിശ്രമം കൊണ്ട് ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധ്യമല്ല. ഞങ്ങൾ നിസ്സാരരും ബലഹീനരുമാണ്. ജോലി വളരെ വലുതാണ്. കേവലം ഞങ്ങളുടെ പരിശ്രമം കൊണ്ട് മാത്രം ഇത് പൂർത്തീകരിക്കുകയില്ല. ഞങ്ങൾ നിന്റെ കൽപ്പനകൾ അനുസരിച്ച് എല്ലാ ത്യാഗങ്ങൾക്കും തയ്യാറാണ്. എന്നാൽ നീയും നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ആ രഹസ്യമായ മാർഗങ്ങൾ പ്രകടമാക്കുകയും ഞങ്ങളുടെ സഹായത്തിനാക്കുകയും ചെയ്യുക. ഏതൊന്നാണോ ഈ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിനായി നിശ്ചയിച്ചിരിക്കുന്നത്, ഈ അസാധ്യമായ ജോലി സാധ്യമായി തീരുന്നതിന് വേണ്ടി. യാഥാർത്ഥ്യവും ഇതാണ്. അള്ളാഹു നമ്മെ പ്രത്യക്ഷമായ ഉപകരണമാക്കിയിരിക്കുകയാണ്. അല്ലാതെ ലോകത്തെ ജയിച്ചടക്കേണ്ട ഉപകരണം അത് മറ്റൊന്നാണ്. എന്നാൽ ഒരു വേദന ഈ വിജയങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ ഏതായിരുന്നാലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ വേദന ദുആയുടെ രൂപത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും നിർഗളിക്കേണ്ടതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഉദാഹരണം അതുപോലെയാണ്. ഏതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ ഒരു പിടി ചരൽക്കല്ല് എടുത്ത് എറിഞ്ഞതുപോലെ അള്ളാഹു പറയുന്നു, മാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. നീ കല്ലെറിഞ്ഞത് അത് നിന്റെ കല്ലെറിയൽ ആയിരുന്നില്ല, അള്ളാഹുവിന്റെ കല്ലെറിയലായിരുന്നു. നീ എറിഞ്ഞ കല്ലുകൾ കുറച്ചു ദൂരം പോയി താഴെ വീഴും, എന്നാൽ അത് നീയല്ല എറിഞ്ഞത്, മറിച്ച് നാമാണ് എറിഞ്ഞത്. ഒരു ഭാഗത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ചലിച്ചു കല്ലെറിയുന്നതിന് വേണ്ടി. മറുഭാഗത്ത് അല്ലാഹു പറയുന്നു, ഞാൻ കൊടുങ്കാറ്റിനെ അടുപ്പിച്ചു. അത് കാരണം ആ കൊടുങ്കാറ്റ് കോടിക്കണക്കിന് കല്ലുകൾ എടുത്തുകൊണ്ട് നിഷേധികളുടെ കണ്ണുകളിലിട്ടു. അതിന്റെ ഫലമായി അവരുടെ കണ്ണുകൾ അടഞ്ഞു. അവർ ആക്രമണത്തിൽ പരാജിതരായി. ചുരുക്കത്തിൽ ആ ഒരു കൈപ്പിടി ചരൽക്കല്ലിന് പിന്നിൽ യഥാർത്ഥ ശക്തി അള്ളാഹുവിന്റെ ശക്തി പ്രഭാവമായിരുന്നു. നമ്മുടെ അവസ്ഥയും ബദറിലെ ആ കല്ലുകൾക്ക് തുല്യമാണ്. അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകളിൽ എടുത്ത് എറിഞ്ഞ നിഷേധികളിലേക്ക് എറിഞ്ഞ ആ കല്ലുകൾ നിഷേധികളെ അന്ധരാക്കി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞ കല്ലുകളല്ല നിഷേധികളെ അന്ധരാക്കിയത്, മറിച്ച് കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ അള്ളാഹു ഉയർത്തിയ കല്ലുകളാണ് അന്ധരാക്കിയത്. അതുകൊണ്ട് നമ്മെ കൂടാതെയും ഈ വലിയ ജോലി ചെയ്യുന്നതിനും നല്ല ഫലം ലഭിക്കുവാനും മറ്റു ചില ഉപകരണങ്ങളും ഉണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടതായി വരും. ഈ ഉന്നതമായ ഫലത്തിനായി മറ്റു ചില സംവിധാനങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടതായി വരും. അത് ഇസ്ലാമിനെ മറ്റു മതങ്ങളുടെ മേൽ വിജയിപ്പിക്കും. ആ ഉപകരണവും ആയുധവും ഏതൊന്നിലൂടെയാണോ ലോകത്ത് ഇസ്ലാമിനെ വിജയിപ്പിക്കാൻ സാധിക്കുക, അത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന ദാസരുടെ ദുആകളാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലൂടെ ഈ അസാധ്യമായ ജോലി സാധ്യമായി തീരും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഈ ഒരു കാര്യത്തിലാണ് നമ്മുടെ വിജയവും വിധിക്കപ്പെട്ടിരിക്കുന്നത്.
അള്ളാഹു ദുആക്ക് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസങ്ങളിൽ എല്ലായ്പ്പോഴും ഓർക്കുക, സ്ഥിരതയോടുകൂടി ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അവൻ ഇസ്ലാം അഹമ്മദിയത്തിന്റെ വിജയത്തിനായുള്ള സംവിധാനം പെട്ടെന്ന് ഒരുക്കുമാറാകട്ടെ. ആരുടെ സഹായത്തിനു വേണ്ടിയാണോ അള്ളാഹു കോടിക്കണക്കിന് ചരൽക്കല്ലുകളിലൂടെ കൊടുങ്കാറ്റ് ചലിപ്പിച്ചത്, നമ്മളും അതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലെ ചരൽക്കല്ലുകളായി തീരട്ടെ. അത് മുഖേന നിഷേധികൾക്ക് പരാജയം നേരിടേണ്ടതായി വന്നു. അള്ളാഹു നമ്മുടെ ബലഹീനതകൾ ദൂരീകരിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകളിലും വീഴ്ചകളിലും കണ്ണടക്കുമാറാകട്ടെ. അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നാം നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി തീരുന്നതിനുള്ള സംവിധാനം ഒരുക്കുമാറാകട്ടെ. നമ്മുടെ ബലഹീനതയും അശ്രദ്ധയും കാരണം അള്ളാഹുവിന്റെ പ്രഭാവം മറഞ്ഞു പോകാതിരിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അന്യർക്ക് സന്തോഷിക്കാനുള്ള അവസരം ഒരുക്കുന്നതായി തീരാതിരിക്കട്ടെ. മറിച്ച് അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ തന്റെ പ്രഭാവത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രകടനത്തിനായി നമ്മുടെ ബലഹീനമായ കൈകളിൽ ഈ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ ശക്തി നൽകുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ഒരുപാട് ദുആ ചെയ്യുക. തങ്ങൾക്ക് വേണ്ടിയും പരസ്പരവും ജമാഅത്തിന്റെ പുരോഗതിക്കു വേണ്ടിയും ശത്രുക്കളുടെ പരാജയത്തിനു വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ പ്രതാപത്തിന്റെയും പ്രൗഢിയുടെയും പ്രകടനത്തിനു വേണ്ടിയും ലോകം അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചു കൊണ്ടുപോവുകയാണ്. അള്ളാഹു ഇവരെ അള്ളാഹുവിനെ തിരിച്ചറിയുന്നവരാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അലസതകളും തെറ്റുകളും മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉള്ളിലും ഇസ്ലാമിനെ ലോകത്തിലെ മറ്റെല്ലാ മതങ്ങളുടെ മേലും വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശക്തി അള്ളാഹു ജനിപ്പിക്കുമാറാകട്ടെ. നമ്മളിലെല്ലാവരും ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള സേവകരായി തീരട്ടെ. ലോകത്തിലെ ആഗ്രഹങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്തായി മാറട്ടെ. നമ്മുടെ ഹൃദയം നാം ദീനിനെ ഉയർത്തുന്നതിനായി നമ്മുടെ മുഴുവൻ കഴിവുകളും ഉപയോഗപ്പെടുത്തുന്നവരായി മാറണം എന്ന ആവേശത്താൽ നിറഞ്ഞതായി തീരട്ടെ. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളിലും കഴിവുകളിലും ശത്രുക്കളുടെ ശക്തിയും കഴിവും നമ്മെ സംബന്ധിച്ചിടത്തോളം നിന്ദ്യവും ശൂന്യമായി തീരുന്ന വിധത്തിലുള്ള ശക്തി ചൊരിയുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകളെ മാപ്പാക്കുക മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ നാം അള്ളാഹുവിന്റെ കൽപ്പനകളെ ഒരിക്കലും ലംഘിക്കാത്ത വിധം തിന്മകളോട് വെറുപ്പുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. എന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുക, എന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്ന് അള്ളാഹു പറഞ്ഞവരിൽ ഉൾപ്പെടുമാറാകട്ടെ. നന്മയോടും നല്ല കാര്യങ്ങളോടും നമുക്ക് സ്നേഹം ഉണ്ടായിത്തീരട്ടെ. തഖ്വ നമ്മുടെ ഹൃദയത്തിൽ ശക്തമായ നിലയിൽ നിലനിൽക്കട്ടെ. അള്ളാഹുവിനോടുള്ള സ്നേഹവും പ്രേമവും നമ്മുടെ ഭക്ഷണമായി തീരട്ടെ. നമ്മുടെ എല്ലാ കർമ്മവും ഓരോ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുസൃതമായി തീരട്ടെ. നാം അവന്റെ സമക്ഷത്തിൽ ഹാജരാകുമ്പോൾ അവൻ അവന്റെ പ്രീതിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുമാറാകട്ടെ. റമദാൻ യഥാർത്ഥത്തിൽ ഇതെല്ലാം കരസ്ഥമാക്കുന്നവരാക്കി അള്ളാഹു നമ്മെ മാറ്റട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي
يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر